ഗായ്സ്, അബ്സല്യൂട്ട്ലി വണ്ടർബാർ. ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 3 നെല്ല് വെളുത്തുള്ളിയും ഒരു മീഡിയം വലുപ്പമുള്ള ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അഥവാ ബെൽ പെപ്പർ. ഞാനിവിടെ റെഡ് കളർ ക്യാപ്സിക്കമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ക്യാപ്സിക്കവും വെളുത്തുള്ളി, ജിഞ്ചർ ഇവ എന്നിവ നന്നായി സോട്ട് ചെയ്യുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ക്യൂബ് സൈസിലരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. സവാളയും ക്യാപ്സിക്കവും ഒന്ന് സോട്ടായി വരുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവ നന്നായി സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി സോട്ട് ചെയ്യുക. ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസും റെഡ് ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. സോസുകളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കോൺഫ്ലവർ മിക്സ് തയ്യാറാക്കേണ്ടത്. കോൺഫ്ലവർ മിക്സ് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഗ്രേവി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഗ്രേവി കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനിയെല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ചില്ലി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഒനിയൻ കൂടി ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അബ്സല്യൂട്ട്ലി വണ്ടർബാർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.